നിങ്ങൾ ചിലപ്പോ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോഴുള്ള ഉസ്താദന്മാരൊക്കെ മോശക്കാരാണെന്ന് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണോ നിങ്ങൾ ഈ ഇഹാനത്ത്? എവിടെയെങ്കിലും ഒരു കുട്ടികൾ ഓന്റെ ഉസ്താദിന്റെ നേരെ കൈ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അത് ചർച്ചാ വിഷയമാക്കണം. അതിനോട് അങ്ങനെ എന്തെങ്കിലും കേട്ടാൽ ഉടൻ പ്രതികരിക്കണം. ഓന്റെ ഉസ്താദിന്റെ നേരെ അല്ലെങ്കിൽ ഉസ്താദിന്റെ നേരെ ഒക്കെ ഏതെങ്കിലും കുട്ടികളോ അല്ലെ രക്ഷിതാക്കളോ ആരെങ്കിലും വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ വളാഞ്ചേരി നടന്ന മാതിരി അത് അറിഞ്ഞതിൽ മുഴുവൻ പ്രതികരിക്കണം. എങ്കിലേ ശൂന്യാവുള്ളൂ. അല്ലാത്തവരൊന്നും ശൂന്യകളല്ല. എന്താ ഉണ്ടാത്തതെന്ന എവിടുന്നാ ഈ ശൂന്യ പഠിച്ചത് പോലെ? ആരാത് പറയണത്? എന്റെ ജീവിത ദൗത്യം തന്നെ MT ഉസ്താദിനെ, ആ MTനെ വെടിവെച്ചു കൊല്ലാനാണ് എന്റെ ഏക ആഗ്രഹം. വെടിവെച്ചു കൊണ്ടിട്ട് ജയിലിലാണ് പോകലാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞൊരു നമുക്ക് ഓനാണ് പല നേതാവ്. ആരാണ് MT ഉസ്താദ്? നിങ്ങൾക്കാർക്കും MT ഉസ്താദിന്റെ വലിപ്പമല്ലോ. ഞാനത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളാണ്. എന്റെ 8 കൊല്ലത്തെ ഉസ്താദാണ് MT ഉസ്താദ്. എനിക്ക് ഒരു ഉസ്താദ് മാത്രമല്ല, എന്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളിൽ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് എനിക്ക് ബഹുമാനം ഉണ്ടാക്കാൻ നടക്കാതില്ല. അരിപ്പന്റെ അനുയായികള് പിടിയച്ചു എല്ലാം ചാൻസ് കിട്ടാത്തതിൽ ദുഃഖിച്ച് നടക്കണ പഹയന്റെ കള്ളച്ചറ്റകള്. വേറൊരു നേതാവ് നമ്മളാലിക്കുട്ടി ഉസ്താദിന്റെ ഷെയ്ഖുൽ ജാമിയന്റെ. ആരാ ഷെയ്ഖുൽ ജാമിയ? ഇനി മരിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരെ വലിപ്പം അങ്ങനെ പറയുമല്ലേ? സ്വന്തം ലാൻഡ് ഫോണെന്ന് ചെറിയ പല്ലടിച്ചു വയ്ക്കുന്നു പറഞ്ഞ ആളാണ് വേറെ നേതാവ്. ഓനല്ല പറഞ്ഞത് ഞാൻ ബാത്റൂമിക്ക് വയ്ക്കുന്നു എന്നാണ്. അതിനെ പിടിച്ച് സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടി നമ്പർ മനസ്സിലായപ്പോ ഓൻ പറഞ്ഞ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, ആ സമയത്ത് ഞാൻ ബാത്റൂമിൽ വയ്ക്കുന്നു എന്നാണ്. എന്നാലും ഓന്റെ ലാൻഡ് ഫോണെന്ന് ഓന്റെ ആൾക്കാരല്ലാതെ ആരാ പറയാ? ലാൻഡ് ഫോൺ എന്നാണ്. മൊബൈൽ ഫോൺ എന്നാണെങ്കിൽ പിന്നെ എവിടെയും മേശപ്പുറത്ത് വെച്ചെടുത്തെന്നാണെന്ന് എഴുതാം, ലോക്കാക്കാതെ വെച്ചതുകൊണ്ട്. നമുക്കിതൊന്നും മറക്കാൻ കഴിയില്ല. നമ്മളെ ഉസ്താദന്മാരോട് നമുക്കുള്ള ബഹുമാനം അങ്ങനെയാണ്. നമുക്കിങ്ങനെ തോന്നിപ്പോവുകയാണ് ഈ അച്ചടക്കരാഹിത്യന്മാർ. നിങ്ങൾ ചിലപ്പോൾ അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയ ആണല്ലോ എല്ലാവർക്കും പഠിപ്പിക്കണം. വയലന്മാർ ഉപദേശികളും സുന്നുണ്ടാക്കണം സമസ്ത ഉണ്ടാക്കണം ഒക്കെ ഇപ്പൊ ബല സോഷ്യൽ മീഡിയ വഴി. ഒരു പറഞ്ഞതിനനുസരിച്ച് നിന്നെടുത്തിട്ടില്ലെങ്കിൽ ഓരോ സുന്നികളാണ്. ഓരോ സർട്ടിഫിക്കറ്റ് വേണം ഇപ്പൊ സുന്നിയാകണം, സമസ്തക്കാരനാകണം. നമുക്ക് ഇവരോടൊന്നൊരു താല്പര്യമല്ല. ഇതൊക്കെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് താല്പര്യമല്ലാത്തത്. നാവ് ഉണ്ടായതിനെ കൊണ്ട് ഉള്ളിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അല്ലാ സുജാവിദ് ഹനാജിറഹം എന്നല്ലേ ഇവിടെ ചില ഉസ്താദന്മാർ എതിരാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണം. നിങ്ങൾ അറിഞ്ഞത് കേട്ടീന്നാ? ജാമ്യയിലെ ചില ഉസ്താദന്മാര് കൊണ്ടുപോല ഞങ്ങളോട് സമസ്തക്കെതിരെ എന്തെങ്കിലും പറയാനുണ്ട്? സമസ്തനെ കുറിച്ച് എന്താ ഞങ്ങളോട് പറയല്? ഇവിടെ വിദേഹത്തിന്റെ വൈറസിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തത് സമസ്തയാണെന്നാണ് ഞാൻ ഉള്ളിൽ വിശ്വസിക്കുന്നത്. അതങ്ങനെ തന്നെ നിലനിൽക്കണം. അത് ഇയാതി നായ്ക്കളെ കയ്യിൽ അകപ്പെടാൻ പാടില്ല. അള്ളാഹു കാക്കട്ടെ.
ഉസ്താദ്മാരെ വെടിവെക്കാനും ചെറിയ പല്ലടിച്ചു വെക്കാനും കണക്കണ അതുപേരുണ്ടല്ലോ, വലിയ അതൊക്കെ പിടിപ്പിക്കണ കള്ളന്മാര്. ഒരു സംഘം പിന്നെ എന്താണ് ലക്ഷദ്വീപല്ല, അന്തമാൻ ദ്വീപിക്ക് MT ഉസ്താദ് അടക്കമുള്ള ഒരു സംഘം ലക്ഷദ്വീപ് അന്തമാൻ ദ്വീപിക്ക് പോകേണ്ട ഒരു പരിപാടിക്ക്. ആ പോകുമ്പോ ഈ വെടിവെച്ചു കൊല്ലണമെന്ന് പറഞ്ഞ അതേ പഹൻ തന്നെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളോട് പറയാണ്, ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ആ MT ആ നടുക്കടലിൽ എത്തിയാൽ എങ്ങനെയും പോയിക്കാൻ ഉന്തിടാൻ പറ്റുമെങ്കിൽ ഉന്തിയിട്ടുണ്ടോ. അതാണ് നമുക്ക് MT ഉസ്താദിനോടുള്ള ബന്ധം. എന്നിട്ട് ഒരിക്കിപ്പോ MT ഉസ്താദിന്റെ നേരെ വളാഞ്ചേരിയിൽ നിന്ന് ആ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ കൈ ചൂണ്ടിയിലുള്ള ഒരു വേദന എത്രയറിയോ? അവർക്ക് തോക്ക് ചൂണ്ടാൻ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള വേദനയാണ്, അല്ലാതെ മൂപ്പരോടുള്ള ബഹുമാനം എന്നല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വോയിസ് കേട്ടു. ഹൈത്തമി പറയുന്ന കാര്യങ്ങൾ അതെ അവിടെ സെബുക്കിൽ വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ വളരെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു ജാമിയയിലെ മുദരിസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ക്വാളിറ്റി ഉള്ള പണ്ഡിതനായിരിക്കും. കാരണം ആർക്കാണ് ദർസ് എടുക്കുന്നത്? 10 കൊല്ലം പള്ളി ദർസിൽ മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠരുടെ അരികിൽ നിന്ന് ഓതി പഠിച്ച് ഒരു ഉപരിപഠനം എന്നുള്ള രീതിയിൽ അവിടെ ജാമ്യയിലേക്ക് പോയ മുഴുവൻ വിദ്യാർത്ഥികളും അവർ 2 വർഷം കഴിഞ്ഞാൽ പിന്നീട് മഹല്ല് ഭരിക്കുന്ന പണ്ഡിതന്മാരാണ് അവര്. അപ്പൊ അവര് തബറുക്കിന്റെ ഒരു സനദ് വാങ്ങുക എന്ന ലക്ഷ്യത്തിലാണ് ജാമ്യയിലേക്ക് പോയിട്ടുള്ളത്. എന്നാൽ അവരെ നിയന്ത്രിക്കാൻ അവർക്ക് മഹല്ല് സംവിധാനങ്ങള്, മഹല്ല് കെട്ടുറപ്പുകള്, അതുപോലെ തന്നെ നന്മകള്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സബക്കിന്റെ ഇടയിൽ പുട്ടിൽ തേങ്ങട്ടത് പ്രകാരം പറഞ്ഞു കൊടുത്ത് അവരെ തർബിയത്ത് ചെയ്യേണ്ട ഉസ്താദന്മാര്. ഞാനൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. കാരണം ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് തൻ്റെ നാക്ക് കൊണ്ട് ഒരു അനാവശ്യം ഇന്ന് വരെ പറയുന്നതായിട്ട് ഒരാൾക്കും തെളിയിക്കാൻ സാധിക്കൂല. AP മുഹമ്മദ് മുസ്ലിയാർ കുമരമ്പത്തൂർ, അതുപോലെ തന്നെ KK ഉസ്താദ്, അതുപോലെ തന്നെ കിടങ്ങി ഉസ്താദ്, അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ നമ്മുടെ ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദ്, എത്ര വലിയ മഹാപണ്ഡിതന്മാരാണ്. അവർക്കൊക്കെ കിബർ നടിക്കണമെങ്കിൽ, അവർക്കൊക്കെ അഹങ്കരിക്കണമെങ്കിൽ, അവർക്കൊക്കെ സമസ്തന്റെ നേതാക്കന്മാരെ കൊച്ചാക്കി സംസാരിക്കണമെങ്കിൽ അർഹതയുടെ അങ്ങേയറ്റമുള്ളവരാണ് അവരൊക്കെ. കാരണം എന്തുകൊണ്ട്? എല്ലാം ഒത്തിണങ്ങിയ മഹാന്മാരാണ്. പക്ഷേ എങ്കിലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ച് ഒരു വലിയ ആത്മീയ പ്രസ്ഥാനമാണെന്ന് മഹല്ല് ഭരിക്കാൻ പോകുന്ന പണ്ഡിതന്മാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ യഥാർത്ഥ സുറാത്തിലേക്ക് നയിക്കേണ്ടതിന് പകരം എന്താണെന്ന് ജാമ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ മഹല്ലുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മഹല്ലിൽ ഉത്ബോധനം നടത്തേണ്ട ആളുകൾ മഹല്ല് സംവിധാനത്തിനെ യഥാർത്ഥ ദിശയിലേക്ക് സഞ്ചരിപ്പിക്കേണ്ടതായിരിക്കുന്ന പണ്ഡിതന്മാര്, അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൃത്യമായ റൂട്ടുകളെ സംബന്ധിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതായിരിക്കുന്ന പണ്ഡിതന്മാർ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തിറങ്ങുന്ന ആളുകൾക്ക് യഥാർത്ഥമായ ഇസ്തിഖാമത്തിന്റെ വഴി ഏതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഈ ഹൈത്തമി ചെയ്ത എന്താണ്? അനാവശ്യമായ ഒരു നാടൻ കേട്ടാ പോലും അറക്കുന്ന രൂപത്തിലുള്ള തെറിയഭിഷേകങ്ങൾ നടത്തുക. കൽബ് എന്നതിൻ്റെ പച്ച മലയാളം വരെ എന്ത് ചെയ്യുക? ആ ആലിമ്യങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയാം. അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സുന്നത്ത് ജമാഅത്തിനെ പരിഹസിക്കുക. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഴുവൻ ആലിമ്യങ്ങളെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും സൂചനയിലൂടെ അദ്ദേഹം വരച്ചു കാണിക്കാം. എന്നിട്ട് അദ്ദേഹം വലിയൊരു വർത്താനം പറയുന്നത് എന്താണ്? MT ഉസ്താദിന്റെ 8 കൊല്ലത്തെ ഉസ്താദാണ്. അത് ജാമ്യയിലെ വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ട് ഏതാണ്ട് ദിവസങ്ങൾ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഉടനെ അപ്പുറത്ത് CICന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ചെന്നിട്ട് അവിടുന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയ മൊത്തം കണ്ടതല്ലേ, ഉള്ളിപ്പുണ്ടോന്നല്ലേ അയാളുടെ ചോദിക്കേണ്ടത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജില്ലാ മുഷാവറ അംഗമാണ് പോലും. ആരാണ് ഇയാളൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജില്ലാ മുഷാവറയിൽ ഇരുത്തിയത്? ബഹുമാനപ്പെട്ട നേതൃത്വത്തോട് വളരെ ബഹുമാനത്തോടുകൂടി ആദരവോട് പറയാനുള്ളത്,
ഇയാളെ പോലത്തെ ചെന്നി സോക്കടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ബുദ്ധിക്ക് സ്ഥലമില്ലാത്തവരാണെങ്കിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പിന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ആളുകളുടെ അടുത്ത് നിന്ന് അച്ചാരം വാങ്ങിയിട്ട് സമസ്ത കേരള ജമിയത്തുലമയെ കൊഞ്ഞനം കുത്തുന്നവരാണെങ്കിൽ ജില്ലാ മുഷാവറയിൽ നിന്ന് മാത്രമല്ല, സമസ്ത കേരള ജമിയത്തുലമ നടത്തുന്ന സ്ഥാപനമായ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ക്ലാസ് എടുക്കാനുള്ള എന്ത് യോഗ്യതയാണ് ഇയാൾക്കുള്ളത്? എന്ത് യോഗ്യതയാണുള്ളത്? ഇവിടെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറഞ്ഞാൽ ആദ്യമായി കൊണ്ട് വേണ്ടത് അദബാണ്. അതിനുശേഷേ ഇൽമുള്ളൂ. ഈ അദബ് പാലിക്കാതെ സമസ്തയുടെ ആലിമ്യങ്ങളോട് അദബില്ലാത്ത ആളുകൾ എങ്ങനെയാണ് ഈ ജാമിയ നൂരിയ അറബി കോളേജിൽ ക്ലാസ് എടുക്കുക? അതല്ലെങ്കിൽ ജില്ലാ മുഷാവറിൽ എങ്ങനെയാണ് അവരെ ഇനിയും തുടർത്തി കൊണ്ടുപോവുക? അതുകൊണ്ട് വളരെ വിനയത്തോട് കൂടിയിട്ട് എൻ്റെ വോയിസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പിലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് കൃത്യമായിട്ട് നമ്മുടെ നേതാക്കന്മാർ അറിയണം. പാവങ്ങൾ, സാധുക്കൾ നേരം വെളുത്ത് വൈകുന്നേരമാകുന്നവരെ പണ്ഡിതന്മാർക്ക്, മുതഅല്ലിമീങ്ങൾക്ക് ക്ലാസ് എടുക്കലും അതുപോലെ തന്നെ ക്ഷീണവും രോഗവുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന മുഷാവറാംഗങ്ങൾക്ക് നമ്മളെ പോലെ വാട്സപ്പോ അതല്ലെങ്കിൽ ഫേസ്ബുക്കോ അതല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയകളൊന്നുമില്ല. അവർക്കൊക്കെ സാധാ ഫോണാണ് കയ്യിലുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന മ്ലേച്ഛമായ വിഷം ഛർദ്ദിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളുകളെ പ്രത്യേകമായിട്ട് നമ്മൾ അവരെ വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ വേണം. CICയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പോയി ഷെയ്ഖുൽ ജാമിയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നത്? ഷെയ്ഖുൽ ജാമിയെ നിന്ദിക്കല്ലേ ചെയ്തത്? അനുസ്മരിക്കാണോ ചെയ്തത്? അപമാനിക്കല്ലേ ചെയ്തത്? അപമാനിക്കുന്നത് തുല്യമല്ലേ? ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ യഥാർത്ഥമായ ആദർശമുള്ള ഇല്ലാത്തവനാണ് എന്നല്ലേ പറയാതെ പറഞ്ഞത്? ആശയ വ്യതിയാനം സംഭവിച്ചവനാണ് എന്നല്ലേ പറഞ്ഞത്? ഷെയ്ഖുൽ ജാമിയ നേരിട്ട് പ്രസംഗിച്ചതൊക്കെ പണ്ടൊരിക്കൽ കണ്ണീത്തുസ്ഥാനെ പറ്റിയിട്ട് അത്തും പിത്തും എന്ന് പറഞ്ഞതുപോലത്തെ വാചകങ്ങളല്ലേ ഉപയോഗിച്ചത്? ഷെയ്ഖുൽ ജാമിയ എഴുതിയതായിരിക്കുന്ന ലെറ്റർ, ആ ലെറ്ററിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടത് മറ്റാരും എഴുതിയതാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ വഫാത്തിന്റെ മുമ്പ് പറയാൻ എന്തുകൊണ്ട് ഇവർ ചങ്കൂറ്റം കാണിച്ചില്ല? ഈ ഹൈത്തമി അടക്കമുള്ള ആളോട് ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് വഫാത്തിന്റെ മുമ്പ് ഷെയ്ഖുനാന്റെ ഹയാത്ത് സമയത്ത് ഷെയ്ഖുനാനെ കൊണ്ട് ഇതെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്, ഇതെന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്, ഞാൻ അതിൽ ഒരിക്കലും എന്തല്ല പിന്നെ ഞാൻ നിരപരാധിയാണ് എന്ന് പറയാൻ എന്തുകൊണ്ട് ചങ്കൂറ്റുണ്ടായില്ല? ഇപ്പോ വഫാത്തിന് ശേഷം പറയാണ് ഇതൊക്കെ ഷെയ്ഖുനാനെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഏതുപോലെ ഷെയ്ഖുന ശംസുലമേനെ പറ്റി ഒരു വിഭാഗം പറഞ്ഞില്ലേ കഫറാന്ന്? ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഏതായിരുന്നാലും ഇത്തരത്തിൽ വിഷം ഛർദ്ദിക്കുന്നതായിരിക്കുന്ന ആളുകൾ സമസ്തയുടെ ചെലവിലും സമസ്തയുടെ സ്ഥാപനത്തിലും ഇരുന്ന് വിഷം ഛർദ്ദിക്കുന്ന ആളുകൾ അവിടുന്ന് സമസ്തയുടെ പേരിൽ സാലറി വാങ്ങി സമസ്ത കേരള ജമിയത്തുലമയുടെ എല്ലാ നിലക്കുള്ള ആനുകൂല്യങ്ങളും പിടിച്ചു പറ്റിയിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത്, എന്നിട്ട് കുടുംബം വളർത്തുന്നതിനേക്കാൾ നല്ലത് എന്താണ് എന്നിപ്പോൾ ഞാൻ പറയുന്നില്ല. ഏതായാലും അല്ലാഹു തആല ഇത്തരത്തിലുള്ള നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന കപടന്മാരുടെ പിന്നെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളെ തൊട്ട് നമ്മുടെ വരാൻ പോകുന്ന തലമുറയും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ.